ഇതൊക്കെ എന്തൊരു സാധനം ഒന്ന് ഓർക്കണത്. എന്തൊരു ഓഫീസ് എന്റെ ദൈവമേ. ആഹാ, ഒരു ഉത്തരവാദിത്തമില്ല. ഇവിടെ ഇരിക്കണ ഫയലെല്ലാം കൊണ്ടുപോയി അവിടെ എടുത്തു കൊണ്ടുപോയി വെച്ചിരിക്കണ്. ഇവിടെ ഇരിക്കേണ്ടത് ഇവിടെ കൊണ്ടുപോയി വെക്കണ്ടേ. എല്ലാ സാധനം അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് ഞാൻ ഒരാളുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. എന്ത് കഷ്ടമാണ്. മനുഷ്യനാണെങ്കിൽ 100 കൂട്ടം പ്രശ്നമുണ്ട് തലയിൽ. അതിനിടക്കാണ് 100 കൂട്ടം കേസ് കെട്ടുമുണ്ട് തലയിൽ. ഓ, കേസ് കെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ ഒരു കാര്യം മറന്നുപോയേ. ഹലോ ഹലോ, എവിടെ ഇരിക്കണു? അയ്യോ ഞാൻ കുറ്റിപ്പുറത്താ. കുറ്റിപ്പുറത്താ? അയ്യോ കുറ്റിപ്പുറത്തല്ല, കുറ്റിപ്പുറത്തുള്ള കുഞ്ഞമ്മയുടെ വീട്ടില്. അതെ, ചേട്ടൻ ഇപ്പോഴെങ്കിലും എന്നെ ഓർത്തല്ലോ ഒന്ന് വിളിക്കേ. എങ്ങനെ ഓർക്കാതിരിക്കും. ഞാൻ ഈ കേസ് കെട്ടൊക്കെ എങ്ങനെ എടുത്ത് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണല്ലോ. എന്താ? അല്ല, കേസ് കെട്ടിന്റെ പുറകെയാണ്. അപ്പൊ അതൊന്ന് വിളിച്ചു പോയെന്നേ ഉള്ളു. കണ്ണേ വയ്യ. അയ്യോ ചെങ്കണ്ണായിരിക്കും. എന്ത്? അല്ല കണ്ണ് വയ്യാന്ന് പറഞ്ഞ്. അതല്ല പറഞ്ഞ, കണ്ണിന് കാണാത്ത കൊണ്ട് വയ്യെന്ന് ഞാൻ പറയായിരുന്നു. അതെ, നമുക്കൊന്ന് കാണണ്ടേ. പിന്നെന്താ? അത് വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് എന്താ സാധാരണ ഇതുപോലെ തന്നെ ഞാൻ ഓഫീസ് പൂട്ടി നേരെ ബാറിലേക്ക് പോകുന്നു. കണ്ട എന്റെ തലേ കൈ വെച്ച് പറഞ്ഞതാ ഇനി മദ്യപിക്കില്ലെന്ന്. എന്നിട്ട് വൈകുന്നേരം നേരെ ബാറിലേക്ക് പോവാണോ? അയ്യോ അതല്ല പറഞ്ഞത്. പിന്നെ ബാർ അസോസിയേഷനിൽ പോണ കാര്യമല്ലേ പറഞ്ഞത്. ആണോ? അതെ, ഒന്ന് കാണണം. പിന്നെന്താ കാണാലോ. അത് നേരത്തെ വന്ന പോലെ വരരുതും. അന്ന് ഞാൻ ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞപ്പോ പച്ച സാരി ഉടുക്കാൻ പറഞ്ഞപ്പോ ചുമല സാരി ഉടുത്ത്, ചുമല സാരി ഉടുക്കാൻ പറഞ്ഞപ്പോ വെള്ള സാരി ഉടുത്ത്. അങ്ങനെ ഇനി വരരുത്. പിന്നെ എങ്ങനെ വരണം? ഇനി വരുമ്പോ അതെന്താ വെള്ളത്തിൽ മുങ്ങിപ്പോയോ? അതല്ല, ബ്ലൂ എന്ന് പറഞ്ഞപ്പോ ഒരു ബ്ലൂം അഡീഷണൽ കയറി പോയതാണ്. അതെന്ത് ഇത്ര വാശി ഞാൻ ബ്ലൂ തന്നെ ഇടണോന്ന്? ഞാൻ ബ്ലൂ ഷർട്ട് ഇട്ടുണ്ട് വരാം. അപ്പൊ ബ്ലൂ സാരിയും ബ്ലൂ പൊട്ടും എടുത്ത് ഇങ്ങോട്ട് വന്ന് നമുക്ക് കൊണ്ടോരടിക്കാം. ഓക്കെ? അതെ, ഇതെങ്ങാണ് എന്റെ ഭർത്താവ് അറിഞ്ഞാണ്ടല്ലോ, എന്താ നമ്മളെ വെള്ള പൊതപ്പിച്ച് കിടത്തും. വേണ്ട വേണ്ട, ഇഷ്ടമുള്ള ഡ്രസ് എടുത്താൽ മതി കേട്ടാ. ഓക്കെ കേട്ടോ. ഓക്കെ ഓക്കെ ഇവൾ ഈ ആഴ്ച എന്നെ ലീവ് എടുപ്പിക്കും. എന്തൊരു കഷ്ടമെന്ന് ഓർക്കണേ. ഇനി ഇവിടെ ഇന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട്, കത്തിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ടല്ല, എല്ലാവരും ഓർക്കും ഇത് കോടതിയാണ്. ഈ കോടതിയിൽ ഞാൻ എന്തിനാണ് തിരി കത്തിച്ചെന്ന്. ആരും അങ്ങനെ കത്തിക്കാറില്ല. അന്ന് ഇത് കോടതിയല്ല, ഇതാണ് ഞങ്ങളുടെ വക്കീൽ ഓഫീസ്. സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കണത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കക്ഷികളെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ നുണ പറഞ്ഞു പഠിപ്പിക്കും. ഇവിടെ വരുന്ന ഒരു പക്ഷി പോലും പറന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. പറന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് ഞാനും എൻ്റെ സാർ, ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും. ആഹാ, ഞാൻ അവിടെ നിന്ന് ചുമക്കിയാണ്. എൻട്രി മ്യൂസിക് ഇട്ടെങ്കിലും ഇങ്ങോട്ട് കയറി വരുവുള്ളു. ഇട്ട് തരാം. തലാർക്കൊന്ന് മാറട്ടെ. ഇത് എന്നോട് ഞാൻ 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഓഫീസിന്റെ നടുക്ക് വരുമ്പോ ഈ മ്യൂസിക് എത്തി വലിക്കണമെന്ന്. താൻ കേട്ടില്ലല്ലേ? ഇത് ആദ്യമായിട്ടല്ല ഈ ഓഫീസിലേക്ക് കയറി പറഞ്ഞത്. ഈ മാർക്ക് കണ്ട, ഈ മാർക്കിന് അപ്പുറത്തേക്ക് പോലെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പുറത്ത് പോയി പദവുള്ളി ഇവിടെ വന്ന് നിന്നിട്ട് കാര്യമുണ്ടാ? വല്ലാത്തൊരു വല്ലാത്തൊരു കാര്യമായി പോയി. എന്ത് കഷ്ടമെന്ന് ഓർക്കണം. അതെ അതെ, എന്താ എന്തായത്? വക്കീലിനെ ഇതുവരെ കണ്ടിട്ടില്ല. ആരാന്ന്? വക്കീലെന്ന് തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഊരിയിട്ടിട്ട് പോകുന്ന കോട്ടെടുത്തിട്ടുണ്ട്, ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യരുത്. എത്ര പറഞ്ഞോ കേൾക്കത്തില്ലല്ലേ? ഇത് ആരെയാണോ ഈ ഫോൺ ഇവിടെ അടിക്കുന്നത്? അയ്യോ സോറി. സാറേ, എന്താ? സിന്ധു വക്കീലാണ് വിളിക്കുന്നത്. നമ്മുടെ സിന്ധു വക്കീലാ? ഞാൻ തന്നോട് ചോദിക്കണമെന്ന് വെച്ച് ഇപ്പൊ കുറെ ദിവസമായിട്ട് സിന്ധു വക്കീല് എന്നെ വിളിക്കുന്നില്ല. എന്താണ് കാര്യം? അത് കാരണം എന്താന്ന് മനസ്സിലായില്ലേ? എന്താണ്? സാർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ സിന്ധു വക്കീൽ വിളിച്ചു. സാർ പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോയപ്പോ ഞാനാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞു സാറിന് ഒരുപാട് കേസ് കെട്ടുണ്ട്, അതുകൊണ്ട് സാറിന് വിളിച്ചാൽ അങ്ങനെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്തൊരു തോന്നിയവാസമാണോ താൻ പറഞ്ഞു കൊടുത്തത്? എന്ത് തോന്നിയവാസം? എന്റെ ദൈവമേ, ആ സിന്ധു വക്കീൽ ഇനി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? സിന്ധു വക്കീൽ എന്തിനാ സാറിനെ കുറിച്ച് വിചാരിക്കണം? എന്നെ കുറിച്ച് വിചാരിച്ചാ പോരെ? അല്ല, ഒതുക്കത്തിൽ കൂടെ നമ്പറൊക്കെ ഒപ്പിച്ചെടുത്തല്ലേ? ഒരു നൈസായിട്ടുള്ള. ഇന്ന് ഞാൻ കോടതിയിൽ വാദിക്കുന്ന പ്രമോദിന്റെ കേസുകൾ. ഏത് പ്രമോദ്?
പ്രമാദമായ കേസ്. എന്നാ അങ്ങനെ പറയണം. എന്തൊക്കെയാണ് പറഞ്ഞേ സാർ? ഇന്ന് വാദിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഒരു തല്ല് കേസുണ്ട്, ഒരു വെട്ട് കേസുണ്ട്, ഒരു അതിർത്തി പ്രശ്നമുണ്ട്, ഒരു സ്ട്രോബെറി. എന്താണെന്ന്? സ്ട്രോബെറി റോബറി എന്നാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ ആക്കിയാ? അങ്ങനെ ആക്കിയതല്ല, അത് അങ്ങനെയാണ്. പിന്നെ ഒരു സ്റ്റാച്ചിങ്, സ്നാച്ചിങ്, അതും അങ്ങനെ ആക്കിയാ? ഇനി താനായിട്ടത് അങ്ങനെ ആക്കേണ്ടത് അങ്ങനെ തന്നെ ഇരുന്നോട്ട്. ഇന്നലെ വിളിച്ച് ഇന്നത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് പറഞ്ഞു. അർജന്റായിട്ട് ഡീമെരിയ വന്നിട്ടുണ്ട്. ദൈവമേ, അർജന്റീനയുടെ ഡീമറിയുടെ കേസൊക്കെ എനിക്കോ? തനിക്കൊക്കെ ഉള്ളതോ എന്നൊരു വിലയില്ലാത്തത്. അങ്ങ് അർജന്റീന വരെ ഞാൻ പ്രശസ്തനാ, മനസ്സിലായ? അയ്യാ, അങ്ങോട്ട് കേറി അങ്ങോട്ട് പോയാണ്. അതല്ല പറഞ്ഞ, അർജന്റായിട്ട് ഡി മറിയ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അവരുടെ കേസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ്. അതെ, ആരുടെ കേസ് എന്ന് പറഞ്ഞ? ഡി മറിയ. മറിയ അത്തള പിത്തള തവളാച്ചി മറിയം വന്നു വിളക്കൂതി. താനെന്തിനാ ഊതിയത്? ആരെങ്കിലും ഒരാൾ ഊതിയാ പോരെ, ഇനി അതിന് വേണ്ടിയിട്ട് ലാഗടിക്കേണ്ട കാര്യമുണ്ട്. ആരും ഊതി ഒരു ചിന്തു പൊക്കിയുടെ നമ്പർ അടിക്കാൻ മാറ്റി. ഇതിൽ താൻ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ നോക്കണം. താൻ കാണിച്ച് ആ ഡി മറിയെ വിളിക്കും. വിളിക്കട്ടെ? ഈ മറിയെ വിളിക്കും. ഞാൻ വിളിക്കും. വിളിക്കണോ? സാർ അത് ജയിപ്പിക്കണം കേട്ടാ. ഓക്കെ, അംശമുണ്ടോ? വിളിക്കാം. അപ്പൊ ഒരു ഡി മറിയ കയറി വരണ. അല്ല, കല്യാണരാമന്റെ പെണ്ണുമ്പിള്ളേ വിളക്കൊഴുക്കുന്ന ഇവിടെ അല്ല. ഇവ ആരാണ്? അതെ അമ്മച്ചി, കേസിന്റെ വല്ല കാര്യമാണെങ്കിൽ ഇതേ അമ്മച്ചി അങ്ങോട്ട് ഇരുന്നേ. എനിക്ക് വേറെ ക്ലയന്റുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഇതൊക്കെ എവിടുന്ന് വീട്ടിക്കൊണ്ട് വരുന്നത്? ടീം മറിയ ഈ മുമ്പിൽ വന്നപ്പോഴേ ഡിവോഴ്സ് ആയിരിക്കും. കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് ആശയം കൈമാറുന്നത് ഈ അമ്മയെങ്ങാനും കാണുമോ? കാണത്തില്ലായിരിക്കും. കണ്ണും പിടിയൊന്നും കാണത്തില്ല, പ്രായം കുറെ ആയില്ലയോ? എന്താ തട്ടിന്റെ ബട്ടൺ ചെയ്ത്? തൊട്ടന്റെ ബട്ടൺ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. മുതുകണ്ട പോലെ വളർന്നവനെ ഞാൻ നാണക്കേടുണ്ട് സിബിടാനാ പറഞ്ഞത്. ഇവർക്ക് കണ്ണ് കാണാം, ഇവരിവിടെ ഇരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? എന്ത് പണിയാണ് കാണിച്ചത്? എന്ത് പണി കാണിച്ചത്? എപ്പോഴും ടീമറിയാ? ഏത്? അതാണ് ടീമറിയ. എന്റെ ദൈവമേ, ഇച്ചിരി നേരം കൊണ്ട് ഞാൻ എവിടെല്ലാം പോയെന്നറിയാവൂ? എന്റെ സാർ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ എവിടേക്കാണ് പോയത്? ആരോട് പറയാൻ? എന്നോട് പറയാൻ. വെറുതെ ആണോ എന്റെ കേസുകളൊക്കെ തോറ്റു പോണത്? താനല്ലേ എന്റെ ഗുമസ്തൻ. ഇവിടെ ഇവരെ എന്ത് കേസായിരിക്കും? ഒന്നും മക്കളെ നോക്കാത്തത്, അല്ലെങ്കിൽ മരുമകൾ ചീത്ത വിളിച്ചത്, അല്ലെങ്കിൽ വല്ല അതിർത്തി തക്ക, ഇതൊക്കെ ആയിരിക്കും. സാർ എന്തായാലും കാര്യം ചോദിച്ച് ഞാൻ ഒരു ആളെ ഇവിടെ ഒപ്പിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കേണ്ട ഇതാ. എനിക്ക് വേറെ പോട്ട് വേറെ കാര്യങ്ങളുള്ളതാണ്. സാർ ജല്ലി ജല്ലി കൈനീട്ടല്ലേ. പേരെന്താന്ന് പറഞ്ഞേ? ഡി മറിയ. അതെ മറിയാം. പണ്ടൊക്കെ ചെല്ലുപോലെ ചെയ്യുവാന്നവർക്ക് ഇപ്പൊ പറ്റുന്നു. എന്നാലും ശ്രമിച്ചു നോക്കാൻ ചെയ്തു. എന്റെ അടുത്ത് പറഞ്ഞു അറിയാൻ പറഞ്ഞിട്ട് എന്റെ ദൈവമേ, എണ്ണത്തോണി കിടന്ന് ഉരുളിന്റെ പ്രായത്തിൽ താണ്ട ഈ സിമന്റ് കറ കിടന്ന് ഉരുളില്ല. പിന്നെ അറിയാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ? അതെ അമ്മച്ചി, എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? ഗ്യാസ് എടുക്കാൻ. ഗ്യാസ് എടുക്കാൻ ഇവിടെ അല്ല വരേണ്ടത്, അത് ഗ്യാസിന്റെ ഓഫീസിൽ പോകണം. ഗ്യാസ് എടുക്കാനെന്നാണ് പറഞ്ഞത്. പിന്നെ ഗ്യാസ് എടുക്കാനെന്ന്. എടോ, കേസ് എടുക്കാൻ. അപ്പൊ അമ്മച്ചി പറഞ്ഞോ, എന്താണ് അമ്മച്ചിയുടെ കേസ്? എന്റെ മരുമക അല്ലെന്ന്. എന്റെ മരുമക എന്നെ പൊന്നുപോലാണ് നോക്കണത്. ഭാഗ്യം ചെയ്ത അമ്മച്ചിയാ. ഇപ്പോഴത്തെ കാലത്ത് അമ്മായിമ്മമാരെ മരുമോള് പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞാണ്ടല്ലോ, പുണ്യം ചെയ്യണം. നീ പറയുന്ന പോലെ പൊന്നുപോലെ നോക്കാല്ല. എന്റെ കഴുത്തേനും കാതയിലൊക്കെ കിടക്കുന്ന പൊന്നാണ് അവള് നോക്കണൊക്കെ ഞാൻ കൊടുക്കും ഞാൻ. അപ്പൊ മരുമോക്കെതിരെയാണോ കേസ് കൊടുക്കേണ്ടത്? മരുമൊക്കെ കേസൊന്നും കൊടുക്കണ്ട. അമ്മച്ചി സത്യത്തിൽ എന്തിനാണ് ഇവിടെ വന്നത്? കീടന. എടാ കീടന വന്ന്. ആരെ? എന്നെ. എടോ, എന്താണോ ഇവിടെ ഓരോരുത്തർ കാണിച്ചു കൊടുത്തത്? പീഡനമെന്നാണ് അവർ പറയുന്നത്. ഞാനും കേട്ട് താനിനി റിപ്പീറ്റ് അടിച്ച് പറഞ്ഞാറണ്ട. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ആരുടെ ചോദ്യം കേട്ട് ഞാൻ എന്തോ ചെയ്ത പോലെ അവിടെ ചോദിക്കും. അതെ അമ്മച്ചി, എന്നാണ് ഈ പീഡനം നടന്നത്? മെനിഞ്ഞാന്നാണോ നടന്നത്? അല്ലത് 10-50 വർഷം മുമ്പ് മിനിഞ്ഞാമെന്നാ. ഒരു മിനിറ്റ്, എന്തിന്റെയും കൂടെ ഈ മെനിഞ്ഞാമെന്ന് വന്നെങ്കിലേ അമ്മച്ചിക്ക് ക്ലിയർ ആവും. ടുമാറോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് അല്ലേ? പറയൂ അമ്മച്ചി, എവിടെ വെച്ചാണ് പീഡനം നടന്നത്? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ രമേശൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, എന്റെ കൂട്ടുകാരൻ. 5ാം ക്ലാസ്സിൽ പഠിച്ച അവൻ എന്നെ ഒരു ചീത്ത തൊടല് തൊട്ടടാ.
അല്ല 45 വർഷം മുമ്പ് നടന്ന കേസിന് നിങ്ങൾ ഇപ്പൊ പരാതിപ്പെടേണ്ട കാര്യം എന്താണ്? അത് എനിക്ക് ഇന്നലെ അല്ലേ ഞാൻ വന്ന ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ? ഇന്നലെ മനസ്സിലായത്. ഇന്നലെയാണ് എങ്ങനെയാണ് മനസ്സിലായത്? എന്റെ മരുമകൾ മരുമക കൊച്ചിനെ പിടിച്ചിട്ട് സ്കൂളിൽ നിന്ന് ഒരു സംഭവം തൊണ്ടല്ലോ, ഇങ്ങനെ തൊടുമ്പോ ചീത്ത തൊടല് നല്ല തൊടല് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇപ്പൊ. ഇവിടെ തൊട്ട ചീത്ത തൊടല്. ഞാൻ പറഞ്ഞ ചീത്തയായപ്പോ അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോഴാണ് ഇത് സംഭവം മനസ്സിലായത്. അതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ കൊച്ചിനെ തൊട്ടപ്പോ എനിക്ക് മനസ്സിലായി പണ്ട് രാഘവൻ ഇങ്ങനെ എന്നെ ഒരു ചീത്ത തൊടല് തൊട്ടിട്ടുണ്ട്. അപ്പൊ അവനിട്ടൊരു പണി കൊടുക്കണമല്ല. അതെ, ഈ രാഘവൻ ഇപ്പൊ എവിടെയാണ്? ആളോ എന്ത് ചെയ്യുന്നു? എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് അവൻ താമസിക്കുന്ന 2 നില വീട്. എവിടെ? അവിടെ ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റൽ മൂക്കാൻ മണ്ട അടിച്ച് കീറി. ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഓപ്പോസിറ്റ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെന്നാ? ഞാൻ വല്ല വിധനെ ലിപ്പ് നോക്കി ഒന്ന് പിടിക്കുകയാണ്. കുളം ഉണ്ടാക്കുന്നത്. അതെ, ഇവൻ ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ താമസിക്കാനില്ല. ഇവിടെ 4 മക്കള്, 16 ചെറുമക്കള്, 6 2 നില വീട്. ഇവനൊരു ദിവസമൊക്കെ മിന്നാമെന്നാ മണ്ണിട്ട് കാരണം ഡോറ് ഉറങ്ങിയിട്ട് ആട്ടി വരുന്നടാ എന്റെ ഞാന്. എന്ത് ഇത്ര നീരുള്ളൊരു 10 പോലുണ്ട്. വിടുവാ ഞാൻ. അവനൊരു കേസ് കൊടുക്കണോ എനിക്ക്? ഒരു മിനിറ്റ്, സംഭവം മനസ്സിലായോ? സംഭവം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അതെനിക്ക് മനസ്സിലായി. എടോ, ഇത് പീഡന സംഭവം ഇയാൾക്ക് കേസിന് വരുന്ന കാര്യം അറിയാം. അയാൾ നോക്കിയപ്പോ നല്ല രീതിയിൽ ജീവിക്കുന്നു. അതിന്റെ കണ്ണുകടിയാണ്. അതെ അമ്മച്ചി, ഈ പീഡനം എന്നൊക്കെ പറയുമ്പോ നമ്മള് വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഒക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ആ ഒരു ചിന്താഗതി നമുക്ക് വേണം. അമ്മച്ചി ഭർത്താവ് എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. മെനിഞ്ഞാന്നാണോ മരിച്ചത്? അല്ല, 10 വർഷം മുമ്പ് മെനിഞ്ഞാമുന്ന. സംഭവം ഇവരുടെ വീട്ടിൽ കലണ്ടർ ഇല്ല കേട്ടോ. എല്ലാ ഡേറ്റും മെനിഞ്ഞാന്നാ. എങ്ങനെ മരിച്ചു? പുള്ളിക്ക് മറവിയുടെ അസുഖം ഉണ്ട്. അങ്ങനെ മരിച്ചുപോയി. അല്ലെ, മറവിയുടെ അസുഖമൊക്കെ വന്ന ആള് മരിക്കും. പിന്നെ മരിക്കും. എടാ, നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അതേ വർഷം കഴിഞ്ഞാൽ ഒരു ദിവസം പറയല്ലാടാ വെൽഡിങ് ആനിവേഴ്സറി. അത് തന്നെ. ആ സമയത്ത് ഞാൻ പുപ്പാണ്ണന്റെ പറഞ്ഞ് തുപ്പണമെന്നാണ് പറഞ്ഞത്. പുപ്പാണ്ണ എന്റെ ഭർത്താവിന്റെ പേരാണ്. പുഷ്പൻ. ഞാൻ ക്രിസ്ത്യാനിയാണേലും എന്റെ ഭർത്താവ് ഹിന്ദുവാണ്. ഞങ്ങള് ഇന്ത്യ കാസ്റ്റ് മാറിയാണ്. ആൾക്കാർക്ക് ഡൗട്ട് പോകുന്നത് എന്താണ് അങ്ങനെ പുപ്പാന്ന് പേര് പറഞ്ഞു തന്നു. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പുപ്പാണ്ണ എനിക്കൊരു ആഗ്രഹമാണ് ഇന്ന് കുറ്റാലത്ത് പോയി കുളിക്കണമെന്ന്. നീതി ഇത് പറഞ്ഞു കേട്ടപ്പോ ഉപ്പാണ് എന്നെ എടുത്തോണ്ട് ഒറ്റ ഓട്ടോടെ കുറ്റാലത്തേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോ വെള്ളം കണ്ടപ്പോ എനിക്കൊരു വിരിവിരിപ്പ്. ഞാനെടുത്ത് ഒറ്റ ചാട്ടം. ഉപ്പാണ്ണ നോക്കി നിൽക്കുവാ. ഉപ്പാണ്ണനും കൂടെ ചാടി. എന്നിട്ട് എന്ത് ചെയ്യാനാ? ആ പുപ്പാണ്ണൻ ആ ഒരുക്കി പെട്ടങ്ങ് പോയി. നീന്തലറിയില്ലായിരുന്നോ? ഞാൻ പറഞ്ഞല്ല പുപ്പാണ്ണനൊരു അസുഖം ഉണ്ടെന്ന്. മറന്നു പോന്നു. നീന്താൻ മറന്നു പോയി പുള്ളി. എന്നിട്ട് അമ്മച്ചി എങ്ങനെ രക്ഷപ്പെട്ടു? ഞാൻ നോക്കിയപ്പോ ഒരു വാഗബജാജ് ഇങ്ങനെ വരുന്നു. അതിന്റെ പുറത്ത് കയറിയത് ഞാൻ കരക്കോട്ട് വന്നു. അമ്മച്ചിക്ക് കൊച്ചുമക്കൾ എത്ര പേരുണ്ട്? എത്ര കൊച്ചുമക്കളുണ്ട്? മക്കളുടെ കാര്യം പറയരുത് കേട്ടാ. എന്താ ഇങ്ങനെ ഉണ്ടാ മക്കള്? ആദ്യം ഞാൻ ഒരു ദിവസം പാക്ക് പിടിച്ചോണ്ടിരുന്നപ്പോ ഈ ചെറുക്കൻ വന്ന് പുറകെ വന്ന് ഒറ്റ അടിയെന്ന് എനിക്ക്. ചെറുക്കൻ വേറെ ഒന്നും ചേട്ടാ കഥ പറഞ്ഞു കൊടുക്കാത്തതിനാണ് അടിച്ചത്. എന്റെ അമ്മച്ചി ആ കൊച്ചുമക്കൾക്കൊക്കെ ഒരു കഥ പറഞ്ഞു കൊടുക്കാന്ന് പറയാം. അതൊരു നൊസ്റ്റാൾജിയാണ്. പറഞ്ഞു കൊടുക്കണം. കഥകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന മുത്തശ്ശിയുടെ പഴങ്കഥ കെട്ടുകളുമായിട്ടുള്ള കഥയിലേക്ക്. അതെ, ഞാനിവിടെ തേങ്ങയിടാൻ നിൽക്കുകയല്ല. ഓട്ട മത്സരം ഉണ്ടായിരുന്നു. ഫ്രഷ് കഥ. ഈ ഓട്ട മത്സരത്തിൽ ആരാ ജയിച്ചതെന്ന് അറിയാവാ? ഓട്ട മത്സരത്തില് ആമ ജയിച്ചു. ആമയല്ല, മുയലാണ് ജയിച്ചത്. നിങ്ങൾ ആരോടാണ് അമ്മച്ചി തർക്കിക്കുന്നത്? ഞാൻ മുയലാണ് ജയിച്ചത്. ആമയാണ് ജയിച്ചത്. മുയലാണ്. ഇത്രയും പഠിപ്പും പേരുള്ള ഒരു വക്കീലായി എന്നോട് തർക്കിക്കരുത്. ആമയാണ് ജയിച്ചത്. ഈ ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരത്തിൽ ആരാണ് ജഡ്ജി എന്ന് അറിയാവായിരുന്ന? റഫറി ആരാന്ന് അറിയാവായിരുന്ന? എടാ, തമിഴ്നാട്ടിലെ ചൊക്കലിംഗ അണ്ണാച്ചി. അപ്പൊ ഈ ആമയും മുയലും കൂടെ ഓടി വന്ന് ഫിനിഷ് ചെയ്തപ്പോഴത്തേന് അക്കരയിൽ നിന്ന് ഒരുത്തൻ ചോദിച്ചു, മുയലല്ലേ അണ്ണാച്ചി ജയിച്ചതെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞെന്താണ്? ആമാന്ന്. അങ്ങനെ തൊളിവി ജയിച്ചതാണ് ഈ ആമ. ശരി. ഈ ആമ ഇപ്പൊ തലയകത്തിട്ടുണ്ട് നടക്കുന്ന എല്ലാ കാര്യത്തിലാന്ന് അറിയാവാ? അറിയത്തില്ലേ? നാണക്കേട് കൊണ്ട് ഒളിവിലല്ലടാ ജയിച്ചത്. ആരെങ്കിലും അടുത്തോട്ടി എന്ന് ചോദിക്കും. കൊള്ളാം, മുയലിനെ വെട്ടിച്ചിട്ട് തമ്മ ജയിച്ചല്ലേന്ന് ചോദിക്കും. അപ്പൊ ആമ തല താഴത്തോട്ട് വലിക്കും. നാണക്കേട്. അങ്ങനെയാണ് സംഭവം ഇതുണ്ടായത്. അതിന് ശരി. അമ്മച്ചിയുടെ കേസിന്റെ ഡീറ്റെയിൽസ് പറയാം. അതായത് അമ്മച്ചി കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അമ്മയുടെ കൂടെ പഠിച്ച രാഘവൻ അമ്മച്ചിയെ മോശമായി തൊട്ടു. ഇതാണ് കേസ്. പക്ഷെ ഒരു കാര്യമുണ്ട് അമ്മച്ചി, ഈ കേസ് ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ കോടതി ചെന്നാൽ കോടതിയിൽ നിൽക്കില്ല. കോടതി നിൽക്കത്തില്ല. കസേര ഉണ്ടല്ലേ പിടിച്ചിരിക്കാൻ പറയണം. അല്ലേ പിന്നെ വേറെ ജഡായി എന്നും പറഞ്ഞ് കൊട്ടുപടിയായിട്ടിരിക്കുന്ന പുള്ളി എടുത്ത് പറയണം ഇനിയിപ്പൊ നമ്മളിത് തെളിയിക്കണമെങ്കിൽ നമ്മൾ വൈദ്യ പരിശോധനയൊക്കെ നടത്തേണ്ടി വരും ഇതിന്. അതെന്തായാലും ഉണ്ടല്ലോ. അതെ, എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾ ചോദിക്കുവാ. നിന്നാണ്
വൈദ്യപരിശോധന കഴിഞ്ഞ സാധനം. ഇതെന്താ? ഷുഗർ, നോർമല്, പ്രഷർ, നോർമല്, യൂറിക് ആസിഡ്, നോർമല്. തൈറോയിഡ് കൂടെ നോക്കാത്തെന്തായിരുന്നു? അത് നോക്കേണ്ടത് സുമയുടെ മരകലിന്റെ ശരീരം ഇരിപ്പുണ്ട്, നല്ല കിണ്ണം ടയറ്. ടയറല്ല, തൈറോയിഡ് തൊണ്ടേ വരുന്നത്. തൊണ്ടയിലൊക്കെ ടയറിട്ട് ഏത് കമ്പനിയുടെ കാർ മോനെ അത്? എനിക്കറിയില്ല, പുള്ളിക്കറിയാം. ആഹാ. അതെ, ഞാൻ അമ്മച്ചിയോട് സ്നേഹത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആഹാ. അമ്മച്ചി, ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും കുട്ടികളുടെ സുരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിന്? അത് നിങ്ങളെ പോലുള്ള ഒരു വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി അത് ദുരുപയോഗം ചെയ്യരുത്. എനിക്ക് കേസ് വേണം, പണം വേണം, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഈ നിയമത്തെ ബന്ധിച്ചുള്ള ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം ചെയ്യും, വയസ്സാം കാലത്ത് വീട്ടിൽ പോയി സന്ധ്യ നേരത്ത് കുരിശും വരച്ച് കൊച്ചുമക്കളെയും കളിപ്പിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കാം. അമ്മച്ചി പോയെ. അത് പറഞ്ഞിട്ട് കാര്യമല്ലേ, നിനക്ക് കേസ് എടുക്കാൻ പറ്റുവാന്ന് മാത്രം പറഞ്ഞാൽ നീ കേസ് എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റത്തില്ല. കേസ് എടുത്താൽ നിനക്ക് കേസ് എടുത്താൽ എന്താടാ നിനക്ക്? അത് ഈ കേസ് എടുക്കണമെന്ന് അമ്മച്ചിക്ക് ഇത്ര വാശി എന്താ? ശരി, ഈ വയസ്സാം കാലത്ത് എന്റെ വീട്ടിൽ 10 പത്രക്കാരും 10 യൂട്യൂബ് ചാനലുകാരും എന്നെ ഒന്ന് വൈറലാക്കുന്നതെന്ന് നിനക്ക് ചൊറിയണം. എടോ, ഈ അമ്മച്ചി രണ്ടും തുനിഞ്ഞിറങ്ങിയൊക്കെയാണ്. എവിടുന്ന് കിട്ടിയടോ ഇതിനെ? ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോടോ. അല്ല മിനിഞ്ഞാമെന്നാ ഇറങ്ങി പോ.